ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് എന്തായാലും ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതായിരിക്കും. ആ റിപ്പോർട്ടഡ് സ്പീച്ച് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തോടു കൂടെ ഈ വീഡിയോ കാണുന്നതോടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇന്നത്തോടെ ഇല്ലാതെ ആക്കാൻ പോവാണ്. പരീക്ഷയിൽ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ചോദ്യം വരും. ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വേണം വീഡിയോ ഒക്കെ പോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഈ രീതിയിലായിരിക്കും ചോദ്യം വരിക. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഈ ചോദ്യം വരാറുണ്ട്. ഇങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാറില്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര തിയറി ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ആദ്യം മനസ്സിലാക്കുക, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കുറേ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ ഉണ്ടാവും. അതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്തു, ഒരു 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ആ 3 ക്ലാസിഫിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു സെന്റൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിയ സെഡ് ഐ ആം ടയേർഡ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, ഞാൻ ടയേർഡ് ആണെന്ന് അങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്യാണ്, പ്രസ്താവിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ ലോജിക്ക് നിങ്ങൾക്ക് അറിയില്ലേ, സംഭവത്രേ ഉള്ളൂ. റിയ ആരോടോ പറഞ്ഞു ഐ ആം ടയേർഡ് എന്ന്, എനിക്ക് വയ്യ, എന്താണ് ക്ഷീണമെന്ന് പറഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മളത് കേൾക്കുന്നു. റിയ ആരോടോ പറഞ്ഞാലും നമ്മൾ കേൾക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വേറെ ആരോടോ പറയുന്നു. അപ്പോൾ റിയ ആരോടോ ഐ ആം ടയേർഡ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ എങ്ങനെയാ നമ്മുടെ ഫ്രണ്ടിനോട് പോയി പറയാം, ആ റിയ പറഞ്ഞു അവൾക്ക് വയ്യാന്നല്ലേ, അവൾക്ക് ടയേർഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയല്ലേ നമ്മൾ പറയാം, അത് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം എങ്ങനെ നമ്മൾ പറയാ, റിയ സെഡ് ദാറ്റ്, റിയ പറഞ്ഞു ദാറ്റ് ഷീ വാസ് ടയേർഡ്, അവൾ ടയേർഡ് ആണെന്ന്. റിയ സെഡ് ദാറ്റ് ഐ വാസ് ടയേർഡ് എന്നല്ലല്ലോ, റിയ സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു അവൾ ടയേർഡ് ആയിരുന്നു. അപ്പോൾ റിയ സെഡ് ദാറ്റ് ഷീ വാസ് ടയേർഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ലോജിക്ക്. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസുകളാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, സെഡ് ദാറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പം റിയ സെഡിന് പകരം റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ റിയ സെഡ് ദാറ്റ് എന്ന് വെച്ചിട്ട് ആക്കും. ഐ ആം ടയേർഡ് എന്ന് ഒരിക്കലും പറയില്ല, കാരണം നമ്മൾ പറയുന്നത് റിയ ടയേർഡ് ആയിരുന്നല്ലേ. അപ്പോൾ ഐന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷീ ആക്കുന്നു. റിയ ആയതുകൊണ്ട് ഷീ ആക്കുന്നു. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊടുത്ത സംഭവം നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കും. അപ്പം റിയ സെഡ് ദാറ്റ് ഷീ ആം ടയേർഡ് എന്നോ ഷീ ഈസ് ടയേർഡ് എന്നോ അല്ല, എല്ലാം നമ്മൾ പാസ്റ്റിലേക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഒരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ റിയ ചിലപ്പോൾ രാവിലെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം ഐ ആം ടയേർഡ് എന്നുള്ള കാര്യം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് വൈകുന്നേരം ആയിരിക്കും പറയുന്നുണ്ടാവുക, റിയ പറഞ്ഞു അവൾ ടയേർഡ് ആയിരുന്നു എന്ന് അല്ലേ. അപ്പം ആയിരുന്നു എന്നല്ലേ, പാസ്റ്റിലല്ലേ പറയേണ്ടത് അല്ലേ, അവൾ പറഞ്ഞു ടയേർഡ് ആയിരുന്നു എന്ന്. ഇപ്പം ടയേർഡ് ആണോ നമുക്കറിയില്ല, ചിലപ്പോൾ രാവിലെ ടയേർഡ് ആയിരിക്കും, ഉച്ചയാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ടുണ്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് റിപ്പോർട്ട് ചെയ്യുമ്പം പറയേണ്ടത്. അപ്പം റിയ സെഡ് ദാറ്റ് ഷീ ഈസ് ടയേർഡ് എന്നല്ല, ഷീ വാസ് ടയേർഡ്. ടയേർഡ് ആയിരുന്നു എപ്പോഴോ അല്ലേ, ഇപ്പം നമുക്ക് അറിയില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത് നമുക്ക് അറിയില്ല റിയ ടയേർഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസിനാണ് ആ സംഭവം ആക്കേണ്ടതെന്നുള്ള ലോജിക്കും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇതുപോലെ വേറെ ടൈപ്പ് സെൻറ്റൻസുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എന്താ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ടോം സെഡ് ആർ യു റെഡി. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു ചോദ്യമാണ്. ആർ യു റെഡി, അതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെ നോ എന്നായിരിക്കും അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഈ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആസ്ക്ഡ് പേഴ്സൺ, ആരോടോ ഒരിക്കലോ ചോദിച്ചിട്ടുണ്ട്, ആ പേഴ്സൺ, പിന്നെ ഇഫും കൂടി നമ്മൾ ചേർക്കണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് എന്നല്ല, ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ടോം സെഡ് ആർ യു റെഡി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ടോം ആരോടേലും പറയാം. അപ്പം ആരോടാ സാധ്യത പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവാം. അപ്പം അത് സെന്റൻസ് എന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മളോട് തന്നെയാ പറയുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെയാ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാ പറയുക, ടോം സെഡ് എന്ന് പറയില്ല, ചോദ്യമല്ല. അപ്പം ആസ്ക്ഡ് എന്ന് വരും. ആരോട് ആസ്ക് ചെയ്യുന്നത്, അപ്പം അത് ആരോടും ആവാം, ഇതിൽ ആരോടാന്നും പറയുന്നില്ല. അപ്പം നമ്മളോട് നല്ല രീതിയിൽ എടുക്കാം. ആസ്ക്ഡ് മീ, ഇഫും കൂടി ചേർക്കുക. ഇഫ് എന്ത് പറഞ്ഞാൽ എന്തായാലും ചോദിച്ചാൽ ആർ യു റെഡി എന്നല്ലേ. ഇഫ് ഐ ആം റെഡി എന്ന് പറയരുത്, പാസ്റ്റിലേ ആക്കണം, ഐ വാസ് റെഡി. അപ്പൊ ടോം ആസ്ക്ഡ് മീ ഇഫ് എന്നുള്ള സാധനം വരണം. അല്ല ആസ്ക്ഡ് ദെം എന്നാക്കാം, ആസ്ക്ഡ് യു എന്നാക്കാം, ആസ്ക്ഡ് ഹെർ എന്നാക്കാം അല്ലെ, ആരോടോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആസ്ക്ഡ് മീ അല്ല ആസ്ക്ഡ് ഹെർ, ആസ്ക്ഡ് ദെം, ആസ്ക്ഡ് ഹിം, ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് റെഡി. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഇടരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഡയലോഗിലുണ്ടാവും, ഫസ്റ്റ് ഇതിലുണ്ടാവും, ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കില്ല. മനസ്സിലാവും ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്ട്രാ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും.
യെസ് ഓർ നോ ക്വസ്റ്റിന് പകരം വെച്ചിട്ട് വാട്ട്, വൈ, വേറെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സെയിം സ്ട്രക്ചർ തന്നെയാണ്. ആകെ ഉള്ളത് ആ ഇഫ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ. ഇഫ് ഇല്ല, അതിന് വരെ നേരെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയും. അപ്പോൾ ആസ്ഡ് പേഴ്സൺ, ഇഫിന് വരെ നേരെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് വേർ ഡു യു ലിവ്. വേർ ഡു യു ലിവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, എവിടെയാണ് നീ ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ സ്ഥലമാണ് പറയാം. അപ്പോൾ അതൊരു വെച്ച് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വേർ അല്ലെ വാട്ട്, വൈ എല്ലാം. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, ഷീ ആസ്ഡ് തന്നെ വരും. ആരോടും ഇല്ലെങ്കിൽ നമ്മൾ മീ എന്ന് തന്നെ പറയും. മീ എന്നോട് ചോദിച്ചു. ഇഫ് എന്നുള്ള വരില്ല. ഇഫ് എന്നുള്ള എപ്പോഴാണ് വരിക, അത് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ വരിക. ഇപ്പോൾ ഇവിടെ ഇഫ് വരേണ്ട ആവശ്യമില്ല, കാരണം ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻ പറയാം, വേർ ഡു യു ലിവ് എന്ന് ഇവിടെ എഴുതി വെക്കരുത്, വേർ ഐ ലിവ്ഡ്. എന്നോടല്ലേ ചോദിക്കുന്നത്, അപ്പോൾ വേർ ഐ ലിവ്ഡ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് പറയും, അവൾ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്, അങ്ങനെയല്ല, ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേർ യു ലിവ് എന്ന് ഇവിടെ എഴുതി വെക്കാൻ പാടില്ല. അവനോട് ചോദിച്ചു നീ എവിടെ ജീവിക്കുന്നത്, അല്ല, അവനോട് ചോദിച്ചു ഞാൻ എവിടെ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ പറയണം. അപ്പോൾ കുറച്ച് കോമൺ സെൻസിൻ്റെ ഒരു എലമെൻറ്റും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം സിമ്പിളായിട്ട് കിട്ടും, മനസ്സിലായില്ലേ. പിന്നെ ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ റൂളൊക്കെ. ഓക്കെ, ഒരു ടൈപ്പ് സെൻറ്റൻസ് കൂടെ ഉണ്ട്, കമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, മദർ സെഡ് ക്ലോസ് ദ ഡോർ. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇതൊരു കമാൻഡാണ്, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനാണ്, ചെയ്യാൻ പറയുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ടോൾഡ് വെച്ചിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക. ടോൾഡ് ഒരു പേഴ്സണോടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാകാം, പിന്നെ ടൂവും കൂടി ചേർക്കണം. മദർ ടോൾഡ് ആരോടാ ഒന്നും പറഞ്ഞില്ല, മീന്നാക്കുക, മീ, ടൂവും കൂടി ചേർക്കണം. ഇപ്പോൾ കമാൻഡ് ആണെങ്കിൽ ചെയ്യാൻ പറയൂലേ, ടു വെച്ചിട്ടാണ് നമ്മൾ ടു. പിന്നെന്താണ്, ക്ലോസ് ദ ഡോർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ടൂവിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടൂവിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കില്ല. V2 ഫോം ഉണ്ടാവില്ല, വേർബിന്റെ ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, ടൂവിന് ശേഷം ക്ലോസ് മതി, ക്ലോസ്ഡ് എന്ന് വേണ്ട അല്ലേ. ടൂവിന് ശേഷം പ്ലേ മതി, എന്ത് വേണ്ട, പ്ലേഡ് എന്ന് എഴുതരുത്, പ്ലേഡ് പാടില്ല. എപ്പോഴും ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംഭവം ഇത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം എന്നുള്ള കാര്യം ശരിയാണ് റിപ്പോർട്ടിൽ പറയുമ്പോൾ, പക്ഷേ ടൂവിന് ശേഷം ഗ്രാമാറ്റിക്കലി നമ്മൾ എന്തില്ല, ആ ഒരു വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കില്ല. ക്ലോസിന് വരെ ക്ലോസ്ഡ് എന്ന് എഴുതാൻ പാടില്ല, പ്ലേന് വരെ പ്ലേഡ് എന്ന് എഴുതാൻ പറ്റില്ല, സിങ്ങിന് വരെ സാങ് എന്ന് എഴുതാൻ പാടില്ല, ടു സിങ്, ഇത്രേ ഉള്ളൂ. ഷീ ആസ്ക്ഡ് മീ അല്ലെങ്കിൽ ഷീ ടോൾഡ് മീ ടു സിങ്, ടു സാങ് വേണ്ട. അപ്പോൾ ടു വരുമ്പോൾ മാത്രം ആ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളേ ഉള്ളൂ, ഇത്ര ടൈപ്പ് സെന്റൻസുകളേ ഉള്ളൂ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. കാരണം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, ആക്ച്വലി എക്സാമിൽ വന്ന ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കിത് ആക്ച്വലി സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യം നിങ്ങൾ കാണുമ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വെറുതെ നോട്ട്ബുക്കിൽ ട്രൈ ചെയ്ത് നോക്കും. പണ്ടത്ര എഴുതി വെച്ചാൽ ഒരു കുഴപ്പമില്ല, ആ ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ തലമണ്ട വർക്ക് ചെയ്യുമ്പോഴാണ്. ഇത് മാത്സ് പോലെയാണ്, കുറച്ച് ചിന്തിക്കണം. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന സാധനം അല്ലത്. അപ്പോൾ ഒന്ന് തലമണ്ട വർക്ക് ചെയ്യുക, അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഇമ്പ്രൂവ് ആയി വരിക കേട്ടോ. ഇമ്പ്രൂവ് ആയി വരിക ചെയ്യണം, ഒറ്റയടിക്ക് ഫുൾ അങ്ങോട്ട് കിട്ടില്ല, തിയറി പഠിച്ചോ ഫുൾ അങ്ങോട്ട് ആൻസർ ചെയ്യുക, അങ്ങനെയല്ല, ചെയ്ത് നമ്മൾ ശരിയാക്കാം, പെട്ടെന്ന് തന്നെ ആക്കാം. റിപ്പോർട്ട് ഫോളോയിങ് ഡയലോഗ്. ഫാദർ ഡോട്ടറിനോട് ചോദിക്കുകയാണ്, ആർ യു ഷുവർ ദർ ഇസ് നത്തിങ് എമിസ്. അപ്പോൾ ഒന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഡോക്ടർ പറയണം, നോ ഫാദർ, ഓൾ ഇസ് വെൽ, എല്ലാം കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ആർ യു ഷുവർ ദർ ഇസ് നോ നത്തിങ് എമിസ്, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ. അപ്പോൾ നോ എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തിയറി നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ആസ്റ്റ് പേഴ്സൺ ഇഫ് എന്നാണ്. അപ്പോൾ ഫാദർ ആസ്റ്റ് ദ ഡോട്ടർ ഇഫ് എന്നുള്ള സ്ട്രക്ചറിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക, നോക്കി ആലോചിച്ച് നോക്ക്. ഫാദർ ആസ്റ്റ് ഹിസ് ഡോട്ടർ ഇഫ് ഷീ യുവിന് പകരം ഷീ ആർ ഷുവർ എന്നാണോ അല്ലെ ഇഷ്യൂർ എന്നാണോ അല്ലെ, എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ഇപ്പം രാവിലെ നടന്ന കാര്യമായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഷീ വാസ് ഷുവർ അല്ലേ, ഇഫ് ഷീ വാസ് ഷുവർ ദർ ഇസ് ആണോ, ദർ വാസ് പാസ്റ്റ് ടെൻസിലേക്കാണ്, നത്തിങ് എമിസ്. അങ്ങനെ തന്നെ എഴുതാം. ദ ഫാദർ ആസ്റ്റ് ഹിസ് ഡോട്ടർ, ഇഫ് വേണം അല്ലേ. അപ്പോൾ ആസ്ഡും ഇഫ് നമ്മൾ ഫോർമാറ്റിൽ പറഞ്ഞാണ്. ഇഫ് ഷീ യു അല്ല അല്ലേ, നമ്മൾ വേറെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ, അച്ഛൻ മോളോട് ചോദിച്ചു ഇഫ് അവള് ഷീ വാസ് പാസ്റ്റിലേക്കാണ്, വാസ്. ആർന്നോ ഇസ്ന്നോ ഒന്നും ഉപയോഗിക്കരുത്, വാസ് ഷുവർ ദാറ്റ് ദെയർ, ഇവിടെ ഒരു ഇസ് ഉണ്ട്, അതും പാസ്റ്റിലേക്കാക്കാം, വാസ് നത്തിങ് എമിസ്. ദാറ്റ് ഇസ്, അത്രേ ഉള്ളൂ പരിപാടി. അത് എഴുതി വെക്കുക, പരിപാടി തീർക്കുക.
ഇത് പല രീതിയിലും റിപ്പോർട്ടർ സ്പീച്ചിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ആസ്ക്ഡ് വേണമെന്നൊന്നുമില്ല, പല രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും സിമ്പിൾ രീതിയാണ് നിങ്ങളെ പഠിപ്പിച്ചത്, അത് തന്നെ ഉപയോഗിച്ചാൽ മതി. കാരണം ഇതിൽ കുറേ രീതികളൊക്കെ ഇഫിന് പകരം വെദർ എന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും വെദർ, ഷീവോ, ഷുവർ അങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ അപ്പോൾ നിങ്ങൾ വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് വെക്കണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഇവിടെ വെദർ ആണോ ഉപയോഗിക്കേണ്ടത്, ഇഫ് ആണോ ഉപയോഗിക്കേണ്ടത്, ടു ആണോ ഉപയോഗിക്കേണ്ടത്, അങ്ങനെ കൺഫ്യൂഷൻ ആവും, ടോൾഡ് ആണോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക മതി. റിയൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പലതും ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷെ പരീക്ഷയിൽ സിമ്പിളാക്കുക, നല്ല ഓവർ കോംപ്ലിക്കേഷൻ അവസാനം ഒന്നും കിട്ടാതെ. ഇതെങ്ങനെയാ പറയാം, ഡോട്ടർ നോ ഫാദർ ഓൾ ഇസ് വെൽ. അത് നിങ്ങൾ ഈ നോ പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ദ ഡോട്ടർ റിപ്ലൈഡ്, അല്ലെ സെഡ്, എന്താണെങ്കിലും കുഴപ്പമില്ല. സെഡ് ദാറ്റ് ഓൾ ഈസ് വെൽ അല്ല, ഓൾ വാസ് വെൽ. ഓക്കെ, ദ ഡോട്ടർ റിപ്ലൈഡ് ദാറ്റ് ഓൾ വാസ് വെൽ. അപ്പം ഡോട്ടർ റിപ്ലൈ ദാറ്റ് നോ ഫാദർ ഓൾ വാസ് വെൽ, അത് വേണ്ട. ആ പറയുന്ന കാര്യം ഓൾ വാസ് വെൽ എന്നല്ല അതിൻ്റെ ഉത്തരം. നോ എന്നുള്ള കാര്യം ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ, ഓൾ വാസ് വെൽ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. നോ ഫാദർ എന്നൊന്നും വീണ്ടും പറഞ്ഞു പോരുതേ. അപ്പോൾ അത് ആവശ്യമില്ല. ഡോട്ടർ റിപ്ലൈ ദാറ്റ് ഓൾ വാസ് വെൽ. അപ്പോൾ ഒരു ചോദ്യമായി. ഇനി നമുക്ക് ചോദ്യം ചെയ്ത് ശരിയാക്കണം കേട്ടോ, അതതിൻ്റെ രീതി. അപ്പോൾ വീണ്ടും ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ല ഒരു കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കുക. മൈക്കിൾ ജാക്സൺ ജോസഫ് ബാർബറയോട് ചോദിക്കുകയാണ്, എന്തൊരു ചോദ്യമാണ്, ഹാവ് യു റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്? ഇപ്പോൾ ചോദ്യമാണ്, യെസ് ഓർ നോ ചോദ്യമാണ് അല്ലേ, യെസ് ഓർ നോ എന്നാണ് പറയുക. ഹാവ് യു റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ് എന്നാണ്. അപ്പം നോ, ഐ ഡ്രൂ ദം എന്നാണ് പറയുക. അപ്പോൾ എന്താണെങ്കിൽ ഇതേ പറയാം, മൈക്കിൾ ജാക്സൺ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ തീരെ നോക്കേണ്ട ആവശ്യമില്ല. എന്തായിരിക്കും സംഭവം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആസ്ക്ഡും ഇഫും വരണം. ആസ്ക്ഡ്, ആളുടെ പേര് ജോസഫ് ബാർബറ. ഇഫ് യു ആണോ വരിക, അല്ല ഹി. ഇഫ് ഹി, ഹാവ് അല്ല വരിക, ഹാവിന് പാസ്റ്റ് ടെൻസ് ആക്കുക, ഹാഡിലേക്കാട്ടോ, പഠിച്ചോ. ഇഫ് ഹി ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്, അങ്ങനെ തന്നെ വയ്ക്കും, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പാടില്ല. അപ്പം മൈക്കിൾ ജാക്സൺ ആസ്ക്ഡ്, ആളാനാണ് ജോസഫ് ബാർബറ. ഇഫ് വേണം അല്ലേ, ഇഫ് ഹി ഹാവ് റിട്ടൺ അല്ല, ഇഫ് ഹി ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ്. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇത്രയുള്ള പരിപാടി. മൈക്കിൾ ജാക്സൺ ആസ്ക് ജോസഫ് ബാർബറ ഇഫ് ഹി ഹാഡ് റിയലി. അപ്പോൾ ഉണ്ടോ, ഇഫ് ഹാവിന് പകരം ഹാവിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ അറിയില്ലേ, പഠിച്ചോ, ഹാഡ് ആക്കണം. ബാക്കി സെയിം ആണ്, റിട്ടൺ ഓൾ ദോസ് സെയിം ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പാടില്ല റിപ്പോർട്ട് സ്പീച്ചിൽ പറയുമ്പോൾ, മനസ്സിലായില്ല. അപ്പോൾ ജോസഫ് ബാർബർ എന്ത് പറഞ്ഞു, റിപ്ലൈഡ് ദാറ്റ്, അല്ല റിപ്ലൈഡ് ദാറ്റ് വേണമെന്നൊന്നുമില്ല. ഐ ഡ്രൂ ദം അല്ല, ഹി ഡ്രൂവിനെ എങ്ങനെ പാസ്റ്റിലേക്ക് ആക്കാം സാർ, കാരണം ഡ്രൂ ഓൾറെഡി പാസ്റ്റിലാണ്, ഡ്രോന്റെ പാസ്റ്റൻസ് ആണ് ഡ്രൂ. അപ്പോൾ പാസ്റ്റിലാണ്, ഒന്നുകൂടി പാസ്റ്റിലാക്കണേ, ഹാഡ് ചേർക്കുക. ഹാഡ് ചേർത്തിട്ട് ഡ്രൂ അല്ല വരിക, ഹാഡിനോട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഡ്രോൺ എന്ന് വരും. ഡ്രൂ എന്ന് എഴുതിയാൽ മാർക്കൊക്കെ കിട്ടുക വേറെ ആരും. അപ്പോൾ പാസ്റ്റിലാണ്, ഒന്നും കൂടി പാസ്റ്റിലേക്ക് കൊണ്ടുപോകണം, ഹാഡ് ചേർത്താൽ. ഹാവിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഹാവിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഹാഡ് ആക്കിയാൽ മതി. പാസ്റ്റിലുള്ള ആൾക്കാരെ വീണ്ടും പാസ്റ്റിലേക്ക് കൊണ്ടുപോകണം, ഹാഡ് എന്നുള്ള കാര്യം ചേർത്ത് വെക്കുക. അപ്പോൾ ജോസഫ് ബാർബറ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ഡ്രോൺ, അത്രേ ഉള്ളൂ. ഹി ജോസഫ് ബാർബറ സെഡ് എന്നോ അല്ല, റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ഡ്രോൺഡ്, ഇത്രേ ഉള്ള സംഗതി. അപ്പം ഡ്രോയിൻ്റെ 3 ഫോം ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫോമാണ് ഡ്രോ, സെക്കൻഡ് ഫോമാണ് ഡ്രൂ, ഐ ഡ്രൂ ദം പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ. മൂന്നാമത്തെ ഫോം പാസ്റ്റിൻ്റെ പാസ്റ്റിൽ പറയുമ്പോൾ ഹാഡിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ ഹാഡ് ഡ്രോൺ എന്നാണ് പറയാം. ഇനി ഇതൊന്നും ബൈ ഹാർഡ് പഠിക്കേണ്ട, അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഡ്രൂ എന്ന് അറിയാണ്ട് എഴുതി പോലും മാർക്കൊക്കെ കിട്ടും. അന്ന് വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് എഴുതണ്ട, പക്ഷെ ഞാൻ പറയുകയാണ്, അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ ഒരു പാസ്റ്റ് ടെൻസിന് ഹാഡ് ചേർക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഡു മോർ ക്വസ്റ്റ്യൻസ്. ഇനിയും ചെയ്ത് ശരിയാക്കാം. വാ, ട്രൈ ചെയ്യ്. അപ്പോഴാ തെറ്റെന്ന് ശരിയാ മനസ്സിലായി. ഇപ്പം നിങ്ങൾ എന്തോ പണ്ടത്ര എഴുതിയിട്ടുണ്ടാവും, അല്ല എന്തെങ്കിലും ചെറിയ തെറ്റുകളുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ശരിയ ഉത്തരം പറയുമ്പോൾ ഓക്കെ അങ്ങനെ പഠിക്കാതെ. അല്ലാണ്ട് ഞാൻ ശരി ഉത്തരം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പഠിച്ചിട്ട് പറ്റില്ല, അത് ഒരു വർക്കാവില്ല. നിങ്ങൾ തെറ്റാതെ എഴുതണം, അല്ലെ ഓൾമോസ്റ്റ് ശരിയെങ്കിലും എഴുതണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോവുക, മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്സ്. എക്സാം ചോദിക്കുന്നതൊക്കെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. രജം, വാട്ട് ടൈം ഡസ് യുവർ സ്കൂൾ സ്റ്റാർട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അല്ല WH ക്വസ്റ്റ്യൻ ആണ്. മനു പറയുകയാണ് ആ സ്കൂൾ ബിഗിൻസ് 1/4 അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആസ്ഡ് തന്നെയാണ് വരിക, ആസ്ഡ് പേഴ്സൺ വരും. പക്ഷെ ടു നമ്മൾ ഇഫ് ഇടില്ല, ഇഫ് ഇടില്ല. ഇഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ ഇഫ് ഇടാൻ പാടില്ലാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം രാജം ആസ്ഡ് മനു അല്ലെ, പേഴ്സൺ പറയും മനു.
നേരെ ക്വസ്റ്റ്യൻ പറയാ. ക്വസ്റ്റ്യൻ പറയുമ്പോൾ സൂക്ഷിക്കണം. വാട്ട് ടൈം യുവർ അല്ല ഹിസ്സാ വരിക. ഹിസ് സ്കൂൾ സ്റ്റാർട്ടിന് പകരം സ്റ്റാർട്ടഡ് ആക്കാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം രാജു മാസ്റ്റ് മനു വാട്ട് അതങ്ങനെ തന്നെ വെക്കുക. ടൈം ഡസ് ഇവിടെ വേണ്ട, ഡസ് ഇവിടെ വേണ്ട നമുക്ക്, അല്ല ഇവിടെ വേണ്ട, അവിടെ വേണം. ടൈം ഹിസ് അവൻ്റെ സ്കൂൾ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. സ്റ്റാർട്ട് അല്ല സ്റ്റാർട്ട്സും അല്ല സ്റ്റാർട്ടഡ്. ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തിട്ടോ ഫുൾ സ്റ്റോപ്പ്. ഇത്രയുള്ള ആൻസർ നോക്കിക്കോ. രാജു മാസ്റ്റ് മനു വാട്ട് ടൈം ഹിസ് സ്കൂൾ സ്റ്റാർട്ടഡ്. നീ ഇങ്ങനെയും വേണം എഴുതാം. വാട്ട് ടൈം ഡസിന് ഒരു ഡിഡ് എന്നാക്കി. ഡിഡ് ഹിസ് സ്കൂൾ സ്റ്റാർട്ട് എന്നും എഴുതാനും കുഴപ്പമില്ല. കാരണം സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിഡ് പ്ലസ് സ്റ്റാർട്ടാണ്. അപ്പം അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഇങ്ങനെ എഴുതുക എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡസ് വന്നു കഴിഞ്ഞാൽ ഡസ്സിനെ കൂടി ഇഗ്നോർ ചെയ്തിട്ട് ആ ഒരു വേർബ് ഉണ്ടാവില്ല, സ്റ്റാർട്ട് എന്നാണല്ലോ അവിടെ വേർബ്, ആ സ്റ്റാർട്ടഡ് ആക്കിയാൽ മതി, പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഡിഡ് എന്നാക്കി ഡിഡ് യുവർ സ്കൂൾ. പിന്നെ ഡിഡ് എന്ന് ആക്കുമ്പോൾ പിന്നെ വീണ്ടും സ്റ്റാർട്ടഡ് എന്നാക്കരുത്. കാരണം ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആയി. ഇപ്പോൾ ഡിഡ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡിഡ് ആണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് മതി. അത് ഏത് കാണാൻ കുഴപ്പമില്ല. മനു റിപ്ലൈഡ് അവർ സ്കൂൾ അല്ല ദെയർ സ്കൂൾ. അവൻ്റെ ആൾക്കാരുടെ അല്ലേ കുട്ടികളുടെ സ്കൂൾ. അപ്പം ദെയർ സ്കൂൾ ബിഗിൻസിന് പാസ്റ്റ് ബിഗാൻ എ ക്വാർട്ടർ പാസ്റ്റ്. അപ്പം മനു റിപ്ലൈഡ് ദാറ്റ് ഹിസ് സ്കൂൾ അല്ലെ ദെയർ സ്കൂൾ കേട്ടോ. അപ്പം ഈ സ്കൂളാക്കാം. അവർ സ്കൂൾ എന്ന് പറയുന്നുണ്ട്, ദെയർ സ്കൂൾ എന്നും പറയാം. രണ്ടും കറക്റ്റാണ്. ഓർ ദെയർ സ്കൂൾ ബിഗിൻസ് അല്ല പാസ്റ്റ് ടെൻസ് ബിഗാൻ അറ്റ് എ ക്വാർട്ടർ പാസ്റ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. ബേസിക്കലി ഈ സ്ട്രക്ചർ മനസ്സിലാക്കണം. ആസ്റ്റ് ഐഫ് ആ പരിപാടി ഉണ്ടോ എന്നുള്ളതായിരുന്നു ചിന്തിക്കുക. അത് നമ്മൾ ആ പഠിച്ച റൂൾ വെച്ചിട്ട് സിമ്പിളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാം പിടിച്ച് പാസ്റ്റാക്കുക. പാസ്റ്റാക്കാൻ പറ്റുന്നത് പാസ്റ്റാക്കുക, ബാക്കിയൊക്കെ അതിങ്ങനെ തന്നെ വെക്കുക. പിന്നെ യു എന്താണ് ഹിം ആവും, ഐ എന്താണ്, അങ്ങനെ ആ ഒരു പരിപാടി മാറും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ചെയ്യാം, ചോദ്യങ്ങൾ ചെയ്ത് ശരിയാക്കാം. ബാബാവ റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദ്യം. പറ. തരുൺ ആർ യു പ്രൗഡ് ഓഫ് മീ? അമ്മേനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒബ്വിയസ്ലി ആൻസർ യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സിമ്പിൾ അല്ലേ. തരുൺ ആസ്റ്റ് ഹിസ് മദർ. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. തന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കണം കേട്ടോ. തരുൺ ആസ്റ്റ് ഹിസ് മദർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് വേണം. ഇഫ് യു അല്ല ഷീ അല്ലേ, മദറിനാണല്ലോ പ്രൗഡ് ആവേണ്ടത്. ഇഫ് ഷീ ആറാണോ അല്ല, ഇസ് ആണോ അല്ല, ഷീ വാസ് പ്രൗഡ് ഓഫ് മീ ആണോ അല്ല, ഓഫ് ഹിം. നമ്മളൊരാളോട് നമ്മൾ ആരോ ആണ്, നമ്മൾ തരുണും അല്ല നമ്മൾ മദറും അല്ല. നമ്മൾ കേട്ടു തരുൺ മദറിനോട് ചോദിക്കുന്നത്. തരുൺ ചോദിക്കണം, അമ്മ എന്നെ പറ്റി ഓർത്ത് പ്രൗഡാണോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പോയി പറയും. നമ്മൾ തരുണും അല്ല, നമ്മൾ തരുണിൻ്റെ വേറെ ഫ്രണ്ടാണ്. തരുണിൻ്റെ ഫ്രണ്ട് ആയി നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയുന്നു, ഇന്ന് രാവിലെ തരുൺ അവൻ്റെ അമ്മേനോട് ചോദിച്ചു, തരുൺ അവൻ്റെ അമ്മേനോട് ചോദിച്ചു, അവൻ്റെ അമ്മ ഷീ തരുണിനെ പറ്റി പ്രൗഡാണോ എന്നല്ലേ. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. പ്രൗഡ് ഓഫ് മീ അല്ല, പ്രൗഡ് ഓഫ് ഹിം. അവനെ ഓർത്ത് പ്രൗഡാണോ അല്ലേ, അപ്പോൾ പ്രൗഡ് ഓഫ് ഹിം വേണം. അപ്പം ആ കോമൺ സെൻസ് ശ്രദ്ധിച്ചാൽ മതി. അപ്പം മദർ റിപ്ലൈഡ്, യെസ് ഒന്നും വീണ്ടും പറയണ്ട. മദർ റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് തന്നെ പറയണം. ഹി വാസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. പാസ്റ്റ് ടെൻസിലാക്കാത്രേ അല്ലേ. ഹി ഈസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ് പറയാൻ പാടില്ല. ഹി വാസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ് അല്ലേ. അത്രേ ഉള്ളൂ പരിപാടി. ദാറ്റ് ഹി വാസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. അത്രേ ഉള്ളൂ. പിന്നെ വീണ്ടും മദർ റിപ്ലൈഡ് യെസ് ഹി വാസ്, അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഇനി മാർക്ക് ഒന്നും കട്ടാവാൻ പോകുന്നില്ല. പക്ഷെ ദറ്റ്സ് നോട്ട് നെസസറി. അത്രേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇത്രയും ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയിൽ. വീണ്ടും ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. മിക്കതും എന്തായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു വാട്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ എങ്ങാനും നമ്മുടെ കമാൻഡ് രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കമാൻഡ് രീതിയിലെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എവിടെ പോയി നമ്മുടെ പരിപാടി ടോൾഡ് എന്നുള്ള രീതിയിൽ അല്ലേ, എന്തെങ്കിലും പറഞ്ഞു ചെയ്യാൻ വേണ്ടി പറഞ്ഞു. യെസ് ഓർ നോ ക്വസ്റ്റ്യനും അല്ല, സ്റ്റേറ്റ്മെൻറ്റും അല്ല, WH ക്വസ്റ്റ്യൻ ഒന്നും അല്ലെങ്കിൽ ടോൾഡ് മീ നോട്ട് ടു, അല്ലെങ്കിൽ ടോൾഡ് ഹിം നോട്ട് ടു ചേർക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് റെയറാണ്, ചോദിച്ചിട്ടേ ഇല്ല എന്ന് വരെ, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വെറുതെ സെഡ് ആയിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ ഒരു ചാൻസും ഞാൻ കാണില്ല. ഇറ്റ്സ് ടു ഈസി. റിയ സെഡ് ഐ എം ഡെഡ്, റിയ സെഡ് ദാറ്റ് ഐ എം ഡെഡ്, റിയ സെഡ് ഐ എം ഡെഡ്, അപ്പോൾ റിയ സെഡ് ദാറ്റ് ഷീ വാസ് ഡെഡ്. അത് ഭയങ്കര കോമഡി ആയതുകൊണ്ട്, ഭയങ്കര ഈസി ആയതുകൊണ്ട് ചോദിക്കാറില്ല എക്സാമിൽ. ഞാനിപ്പോൾ ചെയ്ത ചോദ്യങ്ങളാണ് എക്സാമിന് കൂടുതൽ ചോദിക്കുക. അത് എക്സാമിന് ആക്ച്വലി ചോദിച്ച ചോദ്യങ്ങളാണ്. ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിന്, പബ്ലിക്കിനൊക്കെ ആയിട്ട് ഓരോ വർഷങ്ങളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ മറ്റേത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്ന്
അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം, അറ്റംപ്റ്റിൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ പറ്റി ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് നോക്കി പോവുക. സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ നാക്കി കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ചിന് ആ 2-3 മാർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.